ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് അഭിജിത്ത് ജയകൃഷ്ണൻ. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ട്രാവൽ, ബ്യൂട്ടി, ലൈഫ് സ്റ്റൈൽ, സ്കിൻ കെയറിങ്ങിന് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വീഡിയോ ചെയ്യുന്ന ഒരു അപ്കമിങ് യൂട്യൂബറാണ്. യൂട്യൂബിൽ വീഡിയോ യൂട്യൂബറാണെന്ന് പറയാം, പക്ഷേ ഒരു വലിയ സംഭവം യൂട്യൂബറൊന്നും അല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്നെ ഓൾറെഡി അറിയാമെങ്കിൽ ഹായ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പം ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. നമ്മുടെ റൂമിൽ നിന്നൊരു ഇൻട്രോ ആണിത്. വലിയ സെറ്റപ്പൊന്നുമില്ല, വലിയ എസ്തെറ്റിക് ഒന്നുമില്ല, ക്ഷമിക്കണം, മെസ്സി ലുക്കാണ്. അപ്പോൾ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാണ്. അപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഒരു ബാഡ്മിൻ്റൺ വ്ളോഗാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ പോയി എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ടിപ്പിക്കൽ മല്ലുമുണ്ട് ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഞാനൊന്ന് ചേഞ്ച് ആക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടിപ്പിക്കൽ ബാഡ്മിൻ്റൺ ഔട്ട്ഫിറ്റിലേക്ക് മാറിയിരിക്കുന്നു. ഇനി ഞാൻ പോകുന്ന വഴിയൊക്കെ ബാക്കി പരിപാടികളൊക്കെ കാണിക്കാം. നമ്മൾ വെപ്രാളത്തിലാണ്, പെട്ടെന്ന് ഇറങ്ങണമെന്നാണ്. ഇവനില്ലേ ഈ ചുവന്ന ഡ്രസ്സിട്ടവൻ, അവൻ എന്നോട് ബാറ്റിൻ്റെ ബാറ്റൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വിജയ്, ഇതാണ് നമ്മുടെ പി ജിയുടെ പുറം സൈഡ്. ഇവിടെ എപ്പോഴും പണിയാണ്. വിജയ് സങ്കീർത്തൻ്റെ ബൈക്കും എടുത്ത് വിജയ് പതുക്കെ വരുന്നു. വിജയ് ഫ്രം ട്രിച്ചി. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് തിരികുകയാണ്. ഇത് സ്ഥലം ഏതാടാ? ഇത് ഇട ഏത്? എന്താ ബാംഗ്ലൂരിൽ എങ്കെ ഇത് നിയർ റിച്ച്മണ്ട് സർക്കിൾ റൈറ്റ്? പിന്നെ സംവാട്ട് നിയർ റിച്ച്മണ്ട് സർക്കിൾ ഇൻ സെൻട്രൽ ബാംഗ്ലൂർ. സോ ദാറ്റ് ഈസ് വിജയ് ഹായ് സൺ. സോ വി ആർ ഗോയിങ് ടു പ്ലേ ബാഡ്മിൻ്റൺ. ഇത് ഞാനൊരു അവയർനെസ്സിന് വേണ്ടി ഇറക്കിയതാണ്. നമ്മൾ എന്തെങ്കിലും സ്പോർട്സൊക്കെ ചെയ്യണം. ബാഡ്മിൻ്റൺ ഒരു നല്ല സ്പോർട്ടാണ്. ഞാൻ സ്ഥലം കാണിച്ചു തരാം. വിജയ് ഇതാണ് കോട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ വന്ന് ബാക്കി നമ്മുടെ കൂടെ 3 പേരുണ്ട്. ഹരി, സഞ്ജിൽ, അമൻ. ഇതാണ് വിജയും ഞാനും കൂടെ ഡ്രസ് ചേഞ്ച് ചെയ്ത് റെഡി ആവുകയാണ്. വിജയെ പറ്റി പറയുമ്പോൾ ഞാൻ പിന്നെ പറയാം. ഇതിപ്പോഴും ശ്രദ്ധിച്ചേട്ടോ, നമ്മുടെ ദീപിക പതുക്കോൻ്റെ അച്ഛൻ പ്രകാശ് പതുക്കോൺ, പഴയ ബാഡ്മിൻ്റൺ പ്ലെയറുടെ പതുക്കോൺ സ്കൂൾ ഓഫ് ബാഡ്മിൻ്റൻ്റെ ബേസ് ക്യാമ്പാണ്. അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ കളിസ്ഥലം. അപ്പോൾ പോയി കളിച്ചിട്ട് വരാം. നല്ല വൃത്തികെട്ട കോലമാണ്. കളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് കളി കഴിഞ്ഞ് കിളി പോയി ഇവിടെ വന്നിരിക്കുവാണ്. 18-21 ആയിരുന്നു. ഞാനും വിജയ് ഒരു ടീമായിരുന്നു. ഞങ്ങൾ ചെറുതായിട്ട് തോറ്റുപോയി 3 പോയിന്റിന്. മറ്റന്മാർ നല്ല കളിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കളി കാണാം. ഇപ്പോൾ സർവ് ചെയ്യുന്നവനായിരുന്നു അമൻ, ബ്ലാക്ക് ടീഷർട്ട്. ഈ സൈഡ് നിൽക്കുന്നത് അവൻ്റെ അപ്പുറത്തുള്ള സഞ്ജിൽ. പിന്നെ മറ്റേ സൈഡിൽ വിജയ്, റെഡ് ടീഷർട്ട് വിജയ്. മറ്റേ ബ്ലൂ പോലത്തെ ബ്ലാക്ക് പോലെ തോന്നുന്നു ബ്ലൂ. അപ്പോൾ ഞാൻ സഞ്ജിൽ ഒരുത്തനെ മറച്ചു നിൽപ്പുണ്ട്. അത്
അമ്പാടി അമ്പാടി. ഓക്കെ ഗൈസ്, 3 റൗണ്ട് കഴിഞ്ഞു. ഒരു കളി ജയിച്ചു. അയ്യോ, 3 കളി തോറ്റു. പക്ഷെ കഷ്ടിച്ചാണ്. പക്ഷെ എന്നാലും ഇന്നത്തെ കോൺസെൻട്രേഷൻ ഇല്ല. കുഴപ്പമില്ല, എപ്പോഴും പെർഫെക്റ്റ് ആണെന്നില്ല കാര്യങ്ങൾ അങ്ങനെയല്ലേ. പക്ഷേ ബാഡ്മിൻ്റൺ കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇൻ കേസ് ബാഡ്മിൻ്റൺ കളിച്ചിട്ട് ബാഡ്മിൻ്റനോ ഏത് സ്പോർട്ടോ കളിച്ചിട്ട് നമ്മൾ തോറ്റു എന്ന് വിചാരിക്കുക. നമ്മൾ ഗെയിമിൽ തോറ്റാലും ഓഡിയോയ്ക്ക് ചെറിയ പ്രശ്നങ്ങളാണ് കേട്ടോ. ഗെയിമിൽ തോറ്റാലും നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ ശരിയാണ്, നമ്മൾ കുറച്ചും കൂടി ട്രൈ ചെയ്യണം, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാൻ നോക്കണം. പക്ഷേ നമ്മളിപ്പം പ്രൊഫഷണലി ഇതിനെ എടുക്കാത്ത ഒരാൾ വരുമ്പോൾ നമ്മൾ ശരിയാണ്, നമ്മൾ കളി നന്നാക്കണം എന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു ഫിറ്റ്നസ്സാണ് ഒരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം എന്താണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല കട്ട് ചെയ്ത് നമ്മൾ ഈ യൂട്യൂബിലും പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും കണ്ടന്റ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ബിഗ് ബോസിലാണെങ്കിലും, ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളെന്ന് പറയുന്നതാണ്, നമ്മൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ പറയുന്ന കാര്യം ആരെങ്കിലും കട്ട് ചെയ്ത് നമ്മളിപ്പം എൻ്റെ ഒപ്പീനിയനാണ് ഞാനിപ്പോൾ പറഞ്ഞു, എൻ്റെ ഒപ്പീനിയനാണെന്നുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഈ പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പീനിയനാണിത് എന്ന് ഞാൻ പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് അത് പറയാതെ ഞാൻ പറഞ്ഞ കാര്യം മാത്രം ഇടുമ്പോൾ ഒരു ജനറലൈസേഷൻ വരും. അതൊരു സുഖമുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പേടി എനിക്കുണ്ട്. പക്ഷേ നമ്മളിപ്പം എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള പോലെ ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് സ്പോർട്ട് കളിക്കാൻ വന്നാലും നമ്മൾ ഇൻ കേസ് അത് കളിച്ച് തോറ്റു പോയി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി വി വിൻ. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ വിൻ ഫോർ വിൻ എന്നല്ല, ഇറ്റ്സ് എ വിൻ ഫോർ എവരിബഡി ഹു പ്ലേസ്. കാരണം നമ്മുടെ ശരീരം അനങ്ങുന്നുണ്ട്, നമ്മൾ വേർക്കുന്നുണ്ട്, നമ്മുടെ ബോഡി ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്, നമുക്ക് ബോഡിക്ക് നല്ലതാണ്, എക്സസൈസ് നല്ലതാണ്. ബാഡ്മിൻ്റൺ എസ്പെഷ്യലി ബ്രെയിനും ബോഡിക്കും നല്ലതാണ്. ഐ ലുക്ക് വെരി ടയേർഡ്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല കാര്യമായിട്ട്, അതുകൊണ്ടൊക്കെ ഉറങ്ങി. പക്ഷേ ലേറ്റായി, കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെന്നും വീഡിയോ ഇടണമെന്നാണല്ലോ പ്ലാൻ, അതുകൊണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ അതാണ് നമ്മൾ ടയേർഡാകും. പക്ഷെ നമ്മുടെ ബ്രെയിനും ബോഡി ഒരുപോലെ നമ്മൾ ഉപയോഗിക്കും ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ, ബാഡ്മിൻ്റൺ എസ്പെഷ്യലി. പക്ഷേ ഏത് സ്പോർട്ടാണെങ്കിലും നമ്മൾ ചെയ്യുമ്പം നമ്മൾ തോറ്റാലും അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് വിൻ ഫോർ us. കാരണം നമുക്ക് എക്സസൈസ് കിട്ടുന്നുണ്ട്, നമ്മുടെ ശരിയാണെന്നുണ്ട്, നമുക്ക് ഫിറ്റ്നസ്സിന് നല്ലതാണ്, മനസ്സിലായോ? നമ്മൾ ഫിറ്റായിട്ടിരിക്കും. അത് ലുക്ക് കൊണ്ടും നല്ലതാണ്, ഹെൽത്തിനും നല്ലതാണ്, മനസ്സിലായോ? അപ്പോൾ ഹെൽത്തി ബോഡി ആണെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക, ഇച്ചിരി നമ്മൾ പ്ലസ് സൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഹെൽത്തി ആയിട്ടിരുന്നാൽ നമ്മൾ ഫിറ്റാകും. നമ്മൾ ഫിറ്റും ഹെൽത്തും രണ്ടും ഇങ്ങനെ പരസ്പര പൂരകങ്ങളാണ്, മനസ്സിലായോ? നമ്മൾ ഫിറ്റായിട്ടിരുന്നാൽ നമ്മൾ ഹെൽത്തി ആയിരിക്കും. എന്നുവെച്ചാൽ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് ഫിറ്റായിട്ട് ഞാൻ കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫിറ്റാവും ഇങ്ങനെ സ്പോർട്സൊക്കെ ചെയ്യുമ്പം, ഹെൽത്തി ആവും. അപ്പോൾ നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. അതാണ് സംഭവം. ഞാൻ പറഞ്ഞപ്പോൾ കുറേ കുഴഞ്ഞു പോയി. അത് കളിച്ചതിൻ്റെ മടുപ്പിലും കൂടെ അങ്ങനെ ആയതാന്ന് ഓർത്താൽ മതി. ഞാൻ അത്രയ്ക്ക് കളിച്ചു എന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് കാണാം. ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ. ഗൈസ്, there is a friend here, Aman Pandey, automobile lover. What is the number? 785. Even he doesn't remember. ഇവൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഫ്രണ്ടാണ്. പുള്ളി ശരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഫ്ലട്ടർ ഡെവലപ്പറാണ്. പക്ഷെ പുള്ളിയും കണ്ടന്റ് ഉണ്ടാക്കും. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഓട്ടോമൊബൈൽ ആൻഡ് സ്റ്റഫ്, പ്ലീസ് ടു ചെക്ക് ഔട്ട് ഹിസ് പേജ്. You should post regularly, but okay, I'll tag his about automobiles, bikes, travel, everything. Yes, everything is there. Yes, it's nice. It's a very nice character. So apart from the content, you should follow his content. But don't cancel the content and just follow him. He'll put good content. He's a good person. It's very nice always to follow a good person. Content is also good. Then you post content, okay? Aishwari, then you should post. ഇവൻ എന്നും പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഇവൻ പോസ്റ്റ് ചെയ്യും കേട്ടോ, അപ്പോൾ കുഴപ്പമില്ല. നിങ്ങൾ ഫോളോ ചെയ്യുക. നല്ലൊരു ചെറുക്കനാണ് അമൻ പാണ്ഡെ. അപ്പോൾ കാണാം. ഞാൻ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങൾ കളി കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞാറായപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് പേര് വന്ന്, അവർ കറക്റ്റ് സ്ലോട്ടിൽ വന്നായിരുന്നു. അവർ ഞങ്ങൾ ഇറങ്ങേണ്ടതാണ്. ഞങ്ങളൊരു 1 മിനിറ്റ് കൂടെ കളിക്കാമെന്ന് നോക്കി. ഞങ്ങൾ ഒരു കളി ഭയങ്കര പീക്കിലായിരുന്നു, അതുകൊണ്ട്. പക്ഷേ അവർ ഞങ്ങളോട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കറക്റ്റ് ടൈമിങ് നോക്കി ഇറങ്ങണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. അതാണ് സംഭവം. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. അമൻ, റെഡ് ടീഷർട്ട് വിജയ്, മറ്റേ സഞ്ജിൽ, മറ്റേ ഹരി, അവന്മാരെ ഫോക്കസ് ചെയ്യുന്ന അവന്മാർ പറഞ്ഞുകൊണ്ടാണ്. സോ ഐ വിൽ ടാഗ് ഹിസ് പേജ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്.
please do check out his Instagram and YouTube. Yeah, you should comment something on this video, then the people will check it. അപ്പം ചെക്ക് ചെയ്യണം. ഓക്കെ, സീ യു ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ കളി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കോർട്ട്, പ്രകാശ് പുതുക്കോൺ സ്കൂൾ ഓഫ് ബാഡ്മിൻ്റൻ്റെ ബേസ് ക്യാമ്പ്. അമ്മാർ പോകുന്നു. ഹരി, അതാണ് ഹരി. ഹരി ഹരി ഹായ് സല്ല്. ഇത് സഞ്ജിൽ. സഞ്ജിലല്ല, അതെ അത് സഞ്ജിൽ. നമ്മൾ പോവാണ്. നമ്മൾ ഇറങ്ങാൻ നേരം ബാക്കി ഇനി പറ്റുന്ന പോലെ ക്ലിപ്സ് കാണിക്കാം. ബൈ. നമ്മളപ്പോൾ കളി കഴിഞ്ഞ് പോവാണ്. വീണ്ടും വിജയ്. അപ്പോൾ ശരി, തിരിച്ച് പിന്നെ പോയിട്ട് കാണാം. ബൈ ബൈ. ഓക്കെ, അപ്പോൾ പി ജി തിരിച്ചെത്തി. ഞാനിപ്പം റൂമിലോട്ട് പോവാണ്. വിജയും ബാക്കി എല്ലാവരും ഓരോ വഴി പോയി. എല്ലായിടത്തും ഞാൻ പറ്റുമെങ്കിൽ ഞാൻ വിജയനെ കാണിക്കാൻ പറ്റിയില്ല. പി ജിയിലോട്ട് തിരിച്ചു വന്നു. ഞാനപ്പോൾ പി ജിയിലെത്തി. എനിക്ക് ഒരാളെ ഒന്ന് ഔട്ട്രോയും കൂടെ പറയാൻ നേരം ഒരാളൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. വിജയ്, വാട്ട് ഈസ് യുവർ ഫുൾ നെയിം? വിജയ്. Only Vijay sir. ഓൺലി വിജയ്. ഓക്കെ, ഭയങ്കര ക്യാരക്ടറാണ്, ഭയങ്കര സംഭവമാണ്. എന്നെ ഇവിടെ കൊണ്ടുപോയി വിട്ട മറ്റേ ബൈക്ക് ഓടിച്ച ആ മനുഷ്യനാണ് വിജയ്. അപ്പം വിജയനെ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കണമെന്ന് വെച്ചു. വെരി ഇൻട്രസ്റ്റിംഗ് ആയി. ഓക്കെ, ബൈ വിജയ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ദിസ് ഗെറ്റ്സ് വൈറൽ. ഓക്കെടാ, ബൈ. പോടാ ശരി, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിതൊരു ജസ്റ്റ് ഒരു സാധാരണ ഒരു ബാഡ്മിൻ്റൺ വ്ലോഗ് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു ഒരു ഒരു ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നും കണ്ടന്റ് ഇടുന്ന പ്ലാൻ ഇട്ടത് കൊണ്ട് ഞാൻ ചെയ്തൊരു സംഭവമാണത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നേ വഴിയുള്ളൂ. ഇപ്പം നിങ്ങളങ്ങനെ വലിയ ക്വാളിറ്റി ഇല്ലയെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഞാൻ ഈ വീഡിയോ ഇട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈം കണ്ടെത്തി, നമ്മൾ ഫിറ്റ്നസ്സിന് സമയം കണ്ടെത്തുക, നമ്മൾ എവിടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഫിറ്റ്നസ്സിന് വർക്കൗട്ടാണ് എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കോലം അത്ര ശരിയല്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്. സോ ഇതാണ് എൻ്റെ PG. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ജസ്റ്റ് ഹാന കൃഷ്ണ പറയുന്ന പോലെ, ഫ്രം ടേക്കിംഗ് ഇൻസ്പിറേഷൻ ഫ്രം ഹാന കൃഷ്ണ, ഫേമസ് യൂട്യൂബർ ഇൻ കേരള. നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, ടു ഗോഡ് ഹാവ്. പുള്ളിക്കാരത്തെ എനിക്കൊരു ഇൻസ്പിറേഷനാണ്. ഇഫ് ഹാന കൃഷ്ണ എവർ വാച്ചസ് ദിസ്, യു ആർ എൻ ഇൻസ്പിറേഷൻ. താങ്ക് യു സോ മച്ച്, റിയലി താങ്ക് യു സോ മച്ച്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫിറ്റ്നസ്സിനും ഡയറ്റ് എടുക്കുന്നതിന് പകരം പുള്ളിക്കാരത്തെ ഇൻസ്പിറേഷനാണ്. അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ടൈം കണ്ടെത്തുക ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട്. ദാറ്റ്സ് ഓൾ. വേറെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ഇഫ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക് ഇറ്റ്. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഷെയർ ചെയ്യുക. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഗിവ് യുവർ കമൻറ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് വീഡിയോയ്ക്കൊക്കെ വേണ്ടി എൻ്റെ അടുത്തുണ്ടെങ്കിൽ, ഞാൻ ബാംഗ്ലൂരാണുള്ളത്. അപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ സ്ഥലം കാണുന്ന വീഡിയോ എന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യുക. ഞാൻ കൊണ്ട് പോയി കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, വീഡിയോസിനോ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ടേക്ക് കെയർ. അണ്ടിൽ നെക്സ്റ്റ് ടൈം.